ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഫ്രീ സ്റ്റൈൽ പ്ലെയറായി മാറാമെന്നുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ നോർമൽ ഗെയിം പ്ലേയിൽ നിന്ന് നമുക്ക് ഫ്രീ സ്റ്റൈൽ ഗെയിം പ്ലേയിലേക്ക് എങ്ങനെ മാറാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ഗെയിം പ്ലേയിൽ യൂസ് ചെയ്താൽ നിങ്ങളെ ഗെയിം പ്ലേ അടിപൊളിയായി മാറും. വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ കളിക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടാവും ചില ടൈമിലൊക്കെ. അതുപോലെ നിങ്ങൾക്ക് ആക്കി മാറാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ മൂവ്മെൻറ്റ്, ആക്യുറസി, ഇൻക്രീസിങ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിലൂടെ തന്നെ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മളെ മൂവ്മെൻറ്റാണ്. മൂവ്മെൻറ്റ് എങ്ങനെ ഇടുകയെന്ന് പലർക്കും അറിയില്ല. പലരും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്ക്രീന് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യണത്. അതൊരിക്കലും മൂവ്മെൻ്റ് ആവില്ല. നമ്മളെ ക്യാരക്ടർ അവിടെ നിന്നിങ്ങനെ കറങ്ങി കളിക്കുക പോലും ഇല്ല. നമ്മളെ നേരെ ഓടുകയേ ഉള്ളൂ. ചെറിയൊരു മൂവ്മെൻറ്റേ അവിടെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സിക്സാക്ക് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്ക്രീന് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നീക്കുക. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കാണുന്നത് പോലെ സ്പീഡിൽ നീക്കാതെ നീക്കിയാൽ അങ്ങനെ കാണുകയുള്ളൂ. അത് എല്ലാവർക്കും മനസ്സിലാവണം. വേഗം അടിയൊക്കെ കൊള്ളും. പക്ഷേ നമ്മൾ സ്ക്രീന് മെല്ലെ റൈറ്റിക്കും ലെഫ്റ്റിക്കും സ്പീഡ് കുറച്ചാണ്ട് നീക്കുമ്പോൾ നമ്മളെ ഗെയിം പ്ലേ അതിഗംഭീരമായി ഇമ്പ്രൂവ് ആവും. നമ്മളെ എനിമിക്ക് തൊടാൻ പോലും കഴിയാത്ത രീതിക്കാവും നമ്മളെ മൂവ്മെൻറ്റ്. സ്പീഡിൽ ഒരിക്കലും ആക്കരുത്. അതാണ് ഏറ്റവും മെയിൻ. ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഫ്രീ സ്റ്റൈൽ ഗെയിം പ്ലേയിൽ ഏറ്റവും അത്യാവശ്യമായുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെ എല്ലാ ഫ്രീ സ്റ്റൈൽ ഗെയിം പ്ലേ എടുത്ത് നോക്കിയാലും കാണാം ഈ സിക്സാക്ക് മൂവ്മെൻറ്റ്. അപ്പോൾ കുറേ തരം മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിക്സാക്ക് മൂവ്മെൻറ്റാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ക്രീന് പതുക്കെ റൈറ്റിക്കും ലെഫ്റ്റിക്കും ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഒന്നാമത്തെ ട്രിക്ക് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ട്രിക്ക്. ഈ ട്രിക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ട്രിക്കാണ്. കാരണം നമ്മളെ ഗെയിം പ്ലേയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഈ ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ട്രിക്കിന് ആവശ്യമായ ഒരു ബട്ടണാണ് നമ്മളെ സെറ്റിങ്സിൽ പോയിട്ട് കൺട്രോൾസിൽ പോയിട്ട് സ്വിച്ച് ഗണ്ണ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പോയി ഓൺ ആക്കിയിടുക. എനേബിൾ ആക്കുമ്പോൾ സ്ക്രീനിലേക്ക് ഒരു ബട്ടൺ വരും. അത് നിങ്ങളുടെ ഏറ്റവും എളുപ്പം തൊടാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വെക്കുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വലിപ്പം ഒക്കെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നത് പോലെ ചെയ്യുക. സ്വിച്ച് ഗണ്ണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗെയിം പ്ലേ കണ്ടില്ലേ, എപ്പോഴും സ്വിച്ച് ചെയ്താണ്ടാണ് ചാടുക, സ്വിച്ച് ചെയ്യുക, അടിക്കുക. അങ്ങനെയാണ്. അടിച്ച അപ്പനെ സ്വിച്ച് ചെയ്യണമുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ഡെസേർട്ട് ഈഗിൾ, M80, വുഡ് പെക്കർ അങ്ങനത്തെ ഗണ്ണുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ ബുള്ളറ്റ് പോയതിന് ശേഷം സ്വിച്ച് ചെയ്യുക. ഓരോ ബുള്ളറ്റ് പോയാൽ സ്വിച്ച് ചെയ്യുക, റൺ ചെയ്യുക, ജമ്പ് ചെയ്യുക, സ്വിച്ച് ചെയ്യുക, റൺ ചെയ്യുക. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്രേ ഗൺസാണ്. UMP, MP40 അങ്ങനത്തെ ഗണ്ണ്, സ്കാറൊക്കെ അങ്ങനത്തെ ഗണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ബുള്ളറ്റ് പോകുന്നതായതുകൊണ്ട് തന്നെ നമ്മളൊരു 4-5 ബുള്ളറ്റ് പോയതിന് ശേഷം നേരെ സ്വിച്ച് ചെയ്യുക, റൺ ചെയ്യുക. പിന്നെയും സ്വിച്ച് ചെയ്യുക, ഗണ്ണെടുക്കുക, ഫയർ ചെയ്യുക, റൺ ചെയ്യുക. 4-5 ബുള്ളറ്റ് കേട്ടോ, 4-5 ബുള്ളറ്റ് മാത്രം. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുറേ പ്ലേയേഴ്സിൻ്റെ കാര്യമാണ് നെക്കാണ് പിടിക്കുന്നത്. അത് നമ്മളെ ഗെയിം പ്ലേ വളരെയധികം ബോറാക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരാൾക്ക് നമ്മളെ കാണുമ്പോഴേക്കും നല്ലൊരു ഇത് തോന്നും നമ്മളെ ഗെയിം പ്ലേ കണ്ടാണ്ട്. അടുത്ത ട്രിക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആക്യുറസി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ആക്യുറസി നല്ല രീതിക്ക് ഇൻക്രീസ് ആക്കണം. കാരണം മൂവ്മെൻറ്റ് ഇടുമ്പോൾ നമ്മൾ ആക്യുറസി കുറയാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫയർ ബട്ടൺ സൈസ്, സെൻസിറ്റിവിറ്റി, എങ്ങനെയാണ് ഡ്രാഗ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ നല്ല രീതിക്ക് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വലിയ പണിയൊന്നുമില്ല. നമ്മളെ സെറ്റിങ്സും സെൻസിറ്റീവും നമ്മുടെ ഫയർ ബട്ടൺ സൈസൊക്കെ നമ്മുടെ ഫോണിനനുസരിച്ച് നമ്മൾ ഓരോ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് അതിനെ പറ്റിയുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മൾ ഡ്രാഗിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എനിമീൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് റൊട്ടേഷൻ ഡ്രാഗ്, സ്ട്രെയിറ്റ് ഡ്രാഗ്, ഡൗൺ അപ്പ് ഡ്രാഗ്, അങ്ങനെ 3 തരം അങ്ങനെയാണ് ഡ്രാഗുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചെടുക്കുക. നമ്മൾ സ്ട്രെയിറ്റ് ഡ്രാഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രെയിറ്റ് നിൽക്കുന്ന എനിമീസിനെ അടിച്ചിടാനാണ്. റൊട്ടേഷൻ ഡ്രാഗ് എന്ന് പറയുമ്പോൾ റൺ ചെയ്യുന്ന എനിമീസ്. റൊട്ടേഷൻ ഡ്രാഗാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഏകദേശം എല്ലാ പ്ലേയേഴ്സും അതാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് റൊട്ടേഷൻ ഡ്രാഗിനാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ആ വെള്ള ഡോട്ട് കുറച്ച് എനിമീൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് നല്ല ഡ്രാഗ് ചെയ്യുക. നമ്മുടെ എനിമീൻ്റെ സൈഡിലായിരിക്കണം. അപ്പോൾ റൊട്ടേഷൻ ഡ്രാഗ് ചെയ്യുക. അതൊക്കെ നമ്മൾ വേറെ വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതാണ്.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുള്ളത്. പിന്നെ ആക്യുറസിയും ഗ്ലൂ വാൾ സ്പീഡുമാണ് നമ്മൾക്ക് അടുത്തതായിട്ടുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ട്രിക്കും നിങ്ങൾ നല്ലതായിരിക്കും പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഗെയിം പ്ലേയിലൊന്ന് യൂസാക്കി നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളെ ഗെയിം പ്ലേ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കസ്റ്റം മാച്ചൊക്കെ കളിച്ചിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഈ പറഞ്ഞ രണ്ട് മെയിനായിട്ടുള്ള ട്രിക്ക് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളെ ഗെയിം പ്ലേ നല്ലതുപോലെ മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയറൊന്നും ചെയ്യേണ്ട, ഒരു കമൻറ്റും ഇടുക, ഒരു ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അത്ര ചെയ്താൽ മതി. എനിക്കും നല്ല സന്തോഷമാവും. ഇതുപോലത്തെ കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഗെയിം പ്ലേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.